നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTCക്ക് സർക്കാർ സഹായമായി ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. KSRTCയിലെ പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. മറ്റൊരറിയിപ്പ്, ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താൻ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിന് മുൻപ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും. സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തുന്നത്. അതുവരെ കാത്തുനിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്ന് കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു LDFിൻ്റെ 2021 പ്രകടന പത്രിക വാഗ്ദാനം. അതിനുശേഷം 5 ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും 100 രൂപയുടെ പോലും വർധന ക്ഷേമ പെൻഷനിൽ വരുത്തിയിട്ടില്ല. ഓരോ ബജറ്റിലും 100 രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ 500 രൂപ ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമായിരുന്നു. 1600 രൂപ ക്ഷേമ പെൻഷൻ എന്നത് 2100 രൂപയായി ഉയർന്നേനെ. ഗുണഭോക്താക്കൾക്ക് ഇനിയും 2 ഗഡുക്കൾ ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയുണ്ട്. 3200 രൂപ വീതം ലഭിക്കാനുണ്ട്. ക്ഷേമനിധി ബോർഡുകളിലും 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകാനുണ്ട്. പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത 2500 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമാണ്. കാരണം അത്രയ്ക്ക് ദയനീയമാണ് ഓരോ ക്ഷേമ പെൻഷൻകാരൻ്റെയും അവസ്ഥ. ഇതിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മരുന്ന് വാങ്ങിക്കുന്നത് പോലും. സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ ഉയർത്താത്തതിന് കാരണമായി ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത്. തദ്ദേശത്തിലെങ്കിലും ദയനീയ തോൽവി ഒഴിവാക്കാൻ ക്ഷേമ പെൻഷൻ വർധനയിലൂടെ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.